ഒൻപതാം ഭാവത്തിൽ ആശ്രയിച്ച് വൃശ്ചികം രാശി ഉരാളസ്ഥാനത്ത് ആശ്രയിച്ച് ആരൂഢത്തിൽ അംശീകരിച്ച ഗ്രഹമാണ്. അപ്പോൾ ഈ ഇല്ലക്കാർക്ക് ഉരാളന്മാർ ആരാധിക്കേണ്ടതായ ഒരു ശിവക്ഷേത്രത്തിൻ്റെ കഥയും കൂടി സ്പർശിച്ചു കൊണ്ടതാണ്. ഇന്നലെ ഒരു ത്രിപുരാന്തക ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ഊരാളന്മാർക്ക് ബാധിതപ്പെട്ടതായ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ബന്ധത്തെ കൂടി ഇതിൽ കണ്ടുവെക്കണം. പ്രദേശത്ത് അങ്ങനെ ശിവക്ഷേത്രം, ത്രിപുരാന്തക ക്ഷേത്രം അല്ലാണ്ട് ശിവക്ഷേത്രം വേറെ ഇല്ലല്ലോ. അമ്പലക്കണ്ടി ആ അവിടെ. പിന്നെ സൂര്യൻ രാജാവാണ്, പിതാവാണ്. ഇതോട്ടെ അഷ്ടശംഭു, ഗ്രഹോദയം, ഭൂതോദയം, വായുഭൂതം, വായു ചോരഭയം അല്ലേ. ഈ ഭാവിയിലേക്കും ചോരഭയം, തസ്കരഭയം, കള്ളന്മാരെ കൊണ്ടുള്ള ശല്യം സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷണിച്ച സമയത്തേക്കുള്ള ഭൂതോദയം വായുഭൂതമാണ്. അത് ചോരഭയത്തെ സൂചിപ്പിക്കുന്നു. ആ സാമ്പത്തിക കാര്യങ്ങളിലും വളരെ ജാഗ്രത കാണിക്കണം. ചൗര്യലക്ഷണം പല രീതിയിലും കണ്ട പ്രശ്നം കൂടിയാണിത്. ഗമന ആഗമാദി ചലകാര്യം അല്ലേ. ചെയ്തു പോരുന്ന വായോരുതിയെ സർവം സിദ്ധ്യതി ഗമനാഗമാദി ചലകാര്യം. പോക്കുവരവുകൾ നടത്തി ചെയ്യേണ്ട, ആരെങ്കിലും കണ്ട് സംസാരിച്ച് നിവൃത്തി വരുത്തേണ്ട കാര്യങ്ങൾക്ക് കാര്യസാധ്യം ഉണ്ടാവും. ഇപ്പം ഭൂമി വേണം, ഈ ഭൂമിൻ്റെ ഉടമസ്ഥന്മാരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അനുകൂലമായ മറുപടി തീരുമാനം കിട്ടും ഭാവിയിലേക്ക് എന്നുള്ള നല്ല ഗുണവും വായുഭൂതത്തെ കൊണ്ട് വരുന്നുണ്ട്. ഈ മന്ത്രാദേരുപദേശലബ്ധി അസകൃത് ദേവ പ്രതിഷ്ഠാപനം എന്നുള്ളത് വായുഭൂതത്തിൽ തന്നെയല്ലേ അല്ലേ. ദേവപ്രശ്നത്തിലേക്ക് മന്ത്രത്തിൻ്റെ ഉപദേശസിദ്ധി ആചാര്യൻ മുഖേന മേൽശാന്തി നിർബന്ധമായിട്ടും മന്ത്രോപദേശം സ്വീകരിച്ചിട്ട് കാര്യങ്ങൾ നടത്തണം. അസകൃത് ദേവ പ്രതിഷ്ഠാപനം. പിന്നെ ഗ്രഹോദയം, ഭൂതോദയം, നാടികാഫലം ബന്ധനം എന്നാണ്. ഹോരാ ദ്വാദശ രാശിയോ ഷഷ്ഠേവ ബന്ധനം ലഭിച്ചേ. ഈ വ്യയസുതന ധർമ്മഗീത സൗമ്യ ഭവന നിബന്ധനം 12ലും 9ലും പാപഗ്രഹം മതി. വിശേഷമായിട്ട് 12ലെ ശനിക്ക് ബന്ധനം പറഞ്ഞു. ആരൂഢം തടുത്ത പ്രശ്നമാണല്ലോ. ഉദയം വരുമേടത്തങ്ങ് ആരൂഢത്തെ തടുത്തിടും എങ്കിൽ ബാധ അറിഞ്ഞിടാ ഒഴിവും കഴിവും വരാം. യോഗിയാകി മരിച്ചീട ഭാര്യ ആദ്യമെന്നില്ല. ഈ 12ല് ആ ഒരു പ്രകടനത്തിൽ ശരിക്കും 12ൽ ഉദയം വന്നു കഴിഞ്ഞാൽ പ്രേതബാധയാണ്. ധനർഷം ദേവകോപേന വൈരക്ഷം ശത്രുബാധയ രന്ദ്രേ പൈതൃകശാപം ച ദ്വാദശം പ്രേതബാധയ. ഗുളിക ഭവനാധിപനും ഗുളിക നവാംശകാധിപനുമായിട്ടുള്ള ശനിയാണ് ബന്ധനം കാണിച്ച ഗ്രഹം. ദേവങ്കൽ നിന്ന് ഈ പഴയ കാലത്തെ വേർപാട് കാലങ്ങളിൽ നിങ്ങൾക്ക് അറിയോ, ഈ ദേവന്റെ ബിംബോപാധിയിൽ ബാധിച്ച പ്രേത ദുരിതത്തിനെ ബിംബോപാധിയിൽ നിന്ന് പത്മത്തിലേക്ക്, മണ്ഡപത്തിൽ പ്രത്യേകം പത്മട്ട് പത്മത്തിലേക്ക് ആവാഹിച്ച് പ്രതിമയിലേക്ക് ആവാഹിക്കുകയാണോ ഉണ്ടായത്? എങ്ങനെയാ ചെയ്തതെന്ന് അറിയില്ല. ക്ഷേത്രത്തിൽ ഈ ഇങ്ങനെയുള്ള പ്രേതാംശങ്ങളൊക്കെ ബാധിക്കുന്നു എന്ന് കണ്ടാൽ ദേവന്റെ ബിംബോപാധി, ദേവനൊരു മനുഷ്യനായിട്ടാണ് കണ്ടത്. ആ ബിംബത്തിൽ നിന്ന് ഈ പ്രേതാംശത്തിനെ പ്രത്യേകം പത്മത്തിലേക്ക് ആവാഹിച്ച് പത്മത്തിൽ നിന്ന് പ്രതിമയിലേക്ക് ആവാഹിച്ചിട്ട് സൽഗതി ക്രിയകളിൽ ഉൾപ്പെടുത്തി തിലഹോമം കഴിച്ച് വിഷ്ണുഭാവത്തിൽ ലയിപ്പിക്കുക എന്നുള്ള പദ്ധതി അതേ പ്രകാരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ദുരിതം ഇങ്ങനെ കാണില്ല. ഇന്ന് ബിംബോപാധി പ്രേത ദുരിതം ബാധിക്കുന്നു എന്ന് പറയാനുള്ള ലക്ഷണമുണ്ട്. ബിംബോപാധിയിൽ പ്രേതദുരിതമുണ്ട്. അത് ദുർമൃതി പ്രേത വിഷയങ്ങൾ, അഗ്നിബാധാജന്യമായിട്ടുള്ള ദുരിതങ്ങൾ, മരണപ്പെട്ട തീയിൽ മരണപ്പെട്ടു പോയ വ്യക്തികളുടെ അഗ്നിബാധാജന്യമായിട്ടുള്ള കാരണം പ്രേതസ്യ അഗ്നിശസ്ത്ര പ്രഭൃതികൃത മുതൽ ആയുധം കൊണ്ടോ അഗ്നി കൊണ്ടോ മരണപ്പെട്ട വ്യക്തികളുടെ പ്രേതാംശം ബിംബോപാധിയിൽ ബാധിക്കുന്നുവെന്ന് കാണുന്നതിനാൽ ബിംബത്തിൽ നിന്ന് ഇത് പ്രത്യേകം വേർപെടുത്തണം. അപ്പോൾ ഊരാളബന്ധ അശേഷം, കഴകബന്ധ അശേഷം, പിന്നെ പൂർവ്വ ആചാര്യബന്ധ അശേഷം,
ജനപദ വിഭാഗ ശേഷം പിന്നെ പ്രത്യേകം നമുക്ക് പേരറിയാവുന്ന വിഷയങ്ങൾ, ഒരു ഗർഭിണി മരണത്തിൻ്റെ വിഷയമൊക്കെ കണ്ടു, ഒരു സ്ത്രീ മരിച്ച കഥ കണ്ടു, ഇത്യാദി വിഷയങ്ങൾ പ്രത്യേകം പ്രേത ദുരിതം സൽഗതി ക്രിയകളിൽ ഉൾപ്പെടുത്തി വ്യവസ്ഥയാക്കണം. അപ്പോൾ ആ ബന്ധനം അവിടെ തീർന്നു കിട്ടും. മറ്റത് ഇവിടെ എന്ത് കാര്യങ്ങൾക്ക് ശ്രമിച്ചാലും കാര്യങ്ങൾക്ക് മുടക്കാണ്. ബന്ധനം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ നിഷേധം, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാതെ വരിക. ഇന്നതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കാര്യം കൊണ്ട് നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള സ്ഥലം അത്. അതിന് ഇതൊരു കാരണമായിട്ട് പറയുന്നു. ശനി വന്നതുകൊണ്ട് ശനിയെ കാലവിളംബനം, ഒരു പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളും കുറേ സമയം എടുത്ത് ചെയ്യാം. കാലവിളംബനം വരുന്നു. കാലവിളംബം. അപ്പോൾ ഗ്രഹോദയം, ഭൂതോദയം, നാടികാപരം, ചന്ദ്രക്രിയ, അതെയോ മാംസാശന, പുരാട നക്ഷത്രത്തിലാണ് ക്ഷണിച്ചത്. അല്ല, മുമ്പ് കാലത്ത് പാടില്ലാത്ത പ്രവൃത്തികൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണിക്കുക. ഈ പിന്നെ ആഹാരശുദ്ധിക്കുറവ്, ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആൾക്കാർക്ക് ആഹാരശുദ്ധിക്കുറവ് വല്ലാതെ വരുന്നുണ്ട് എന്നൊരു പരാതി ഭഗവാനുണ്ട്. ആഹാരശുദ്ധിക്കുറവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ആഹാരങ്ങൾ കഴിച്ച് ക്ഷേത്രത്തിലേക്ക് വരിക. മാംസാശന എന്ന് പറഞ്ഞാൽ മാംസം ഭക്ഷിക്കുക, മാംസാഹാരം കഴിച്ചും കൊണ്ട് വരിക. അപ്പം അത് സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് അവര് കഴിച്ച് കുളിച്ചിട്ടൊക്കെ ആവും വരുന്നത് എന്ന് പറഞ്ഞാലും വയറ്റിൻ്റെ ഉള്ളിൽ ആരാ ഉണ്ടാവുക? കൊക്കരൊക്കെ ഉണ്ടാവും ചിലപ്പം. അത് അതിൻ്റെതായിട്ടുള്ളൊരു പരിശുദ്ധി വേണം എന്നാണ്. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള ശുദ്ധി. ഇതൊന്നും അല്ലാതെ ഇപ്പം ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ ഈ ടിഫിൻ ബോക്സ് ഭക്ഷണം, നമ്മൾ പാത്രത്തിലൊക്കെ ഭക്ഷണം, ചോറും പൊരിച്ച മീനും ഒക്കെ ആയിട്ടാവും വരിക. എന്നിട്ട് നേരെ വേഗം കൊണ്ടങ്ങ് വെച്ചാൽ വേഗം ഉള്ളിൽ വെച്ചിട്ട് തൊഴുത് വേഗം പിന്നെ പ്രസാദം വാങ്ങി വേഗം എടുത്തങ്ങ് പോകും. ഫലത്തിലും അകത്തേക്ക് മാംസം കയറി അല്ലേ, അത് ആൾക്കാർ ശ്രദ്ധിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ മാംസപദാർത്ഥങ്ങളെ കൊണ്ടുള്ള ദോഷമുണ്ട്. അതേമാതിരി മാംസാശനം, ഭക്ഷ്യം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കഴിച്ചു, അത് ബ്രാഹ്മണരിലേക്കും കൂടി പറയേണ്ടതാണ്. കൃത്യമായി ചിട്ടയിൽ ഭക്ഷണ രീതി, ആ രീതിയിൽ ജീവിക്കേണ്ട ആൾക്കാർ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ആഹാര പദ്ധതികളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ള ലക്ഷണം അതിലേക്കുണ്ട് കേട്ടോ. മദ്യപിച്ചിട്ടൊക്കെ കയറുക, അതൊക്കെ ശ്രദ്ധിക്കണം. 10ാം ഭാവത്തിൽ ചന്ദ്രൻ മദ്യപാനം, ശശാങ്കത എന്ന് കർമ്മിമാരിൽ തന്നെ അങ്ങനെ ഒരു മദ്യപാനം കൊണ്ട് ദോഷം സംഭവിച്ച ലക്ഷണമുണ്ട്. അതെയോ? ഏത് മദ്യപാനം കൊണ്ടാ? പിറ്റേ ദിവസം രാത്രി വേറെ ആളെ നോക്കി. വ്യാഴത്തിൽ തന്നെയാണ്. ശരി, അപ്പോൾ സമയമായി. ദേശം സുഗ്രഹത്തിൽ വെച്ചിട്ടായിരുന്നു. ഹൃഷ്ടപുഷ്ടജനാശ്രിതേ യപൃച്ഛത് ഈദൃശേ ദേശേ നാപ്നോത്തി അഭിമതം ധ്രുവം. അപ്പോൾ പിന്നെ ഒരു കുടുംബ വിഷയത്തിലേക്ക് ആരാധിക്കേണ്ടതായിട്ടുള്ള ദേവതയാണ്. അതെ. അവിടെ വന്ന് ക്ഷണിക്കാൻ വന്ന ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിയോ? വഴി തെറ്റി. എന്നിട്ട് എങ്ങോട്ട് പോയി? എവിടേക്ക് എത്തി? ആ അത് ആ കാലം ഒരു 32 വിനാഴിക സമയം വൈകിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വന്നതിന് ശേഷം ബുദ്ധിമുട്ടുണ്ടായിയോ? ഇല്ലല്ലോ. ഇവിടെ വരണ്ടില്ലായിരുന്നു എന്ന് തോന്നിയില്ലല്ലോ. അപ്പം ദേശം ദോഷമില്ല. സുവായുർദശ അന്ന് ദക്ഷിണചരം, ശനിയാഴ്ച, ഇടവം രാശി സ്ഥിതി, വാമശരം.
കാമശരം. ദോഷമല്ലേ? ഭൗമാർക്കാർക്കിതരേഷു ദക്ഷിണഗതോ നൃണാം അഭീഷ്ടസ്മൃത. ഈ വെറ്റിലയും അടക്കിയും സാധനങ്ങളെല്ലാം കൂടി തരുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങിയിട്ട് ദൈവജ്ഞൻ തൻ്റെ ശ്വാസം പരിശോധിക്കണം. വലതുമൂക്കിൽ കൂടിയാണോ, ഇടത്തെ ഭാഗത്തു കൂടിയാണോ, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തിൽ കൂടിയാണോ ശ്വാസം പുറത്തേക്ക് വരുന്നത് എന്ന് പരീക്ഷണം നടത്തണം എന്നാണ്. അതിൽ ഓരോ ദിവസം ഞായറാഴ്ചയാണെങ്കിൽ ഇന്ന ഫലം, തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്ന ഫലം എന്നൊക്കെ നിയമമുണ്ട്. ഇപ്പം ശനിയാഴ്ച ദിവസം, ചൊവ്വ, ശനി തുടങ്ങിയിട്ടുള്ള ആഴ്ചകളിലൊക്കെ വലത്തെ ഭാഗത്തു കൂടിയാണ് ശ്വാസം ബഹിർഗമിക്കേണ്ടത്. അന്നത്തെ ശ്വാസ പരീക്ഷണത്തിൽ ഇടതു ഭാഗത്തു കൂടി ആയിരുന്നു. അപ്പോൾ ശ്വാസം നന്നായില്ല. ശ്വാസശ്ചേദഹിതോ ന മൃഷ്ടമശനം എന്ന അർത്ഥാഗമ വിഗ്രഹ സർവൈഹി നോ ശയനം സുഖേന ച സുഖം വിൺമോക്ഷണാദിസ്വതി. ശ്വാസത്തിൻ്റെ പ്രതികൂല സ്ഥിതി കൊണ്ട് മൃഷ്ടമശനം, മൃഷ്ടാശനമില്ല. മൃഷ്ടാശനം അവനവൻ വെച്ചുണ്ടാക്കി കഴിക്കുക, അവനവൻ ഉൽപ്പാദിപ്പിച്ച് വിത്ത്, നെൽവിത്ത് അത് കുത്തി അരിയാക്കി അത് അന്നമാക്കി കഴിക്കുക എന്നുള്ള പഴയ കാലത്തുള്ള സ്വഭാവപ്പല്ല എന്നുള്ളത് ഒന്നുകൂടി ഉറപ്പിക്കാം. എന്നാൽ വിഗ്രഹ സർവൈഹി, ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെ ദേവൻ ഇതിനൊക്കെ സാക്ഷിയാവുന്നു. വിഗ്രഹ സർവൈഹി, ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള വർത്തമാനങ്ങളും ഇവിടെ വെച്ചുണ്ടാവുന്നു എന്നൊരു പരാതി ഭഗവാനുണ്ട്. മീറ്റിംഗ് ഒക്കെ കൂടുമ്പം കുറച്ചൊരു മന്ത്രമൊക്കെ മാറുമോ? ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടായ ആൾക്കാർ സ്വമേധയാ മനസ്സിലാക്കി ഭഗവാനോട് എന്ത് ചെയ്യുക? അപരാധം പറയണം. നോ ശയനം സുഖേന, ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത്താഴപ്പൂജയൊക്കെ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവില്ലല്ലോ അല്ലേ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പ്രതിഷ്ഠാദിനത്തിന്റെ അന്ന് കലാപരിപാടികളൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? അത് അത്താഴപ്പൂജയോട് കൂടി കഴിയുന്ന രീതിയിലല്ലേ? അതോ രാത്രി കുറെ വൈകുമോ? കുറെ വൈകും. അന്ന് നട അടയ്ക്കാനും കുറെ വൈകുമോ? നട സമയത്തിന് അടയ്ക്കും. പിന്നെ ഉത്സവത്തിന്റെ ഭാഗമാണല്ലോ വിചാരിക്കാം. ഈ പിന്നെ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾക്ക് യോഗ്യമായിട്ടുള്ള പരിപാടികളല്ലേ നടത്തൂ. ഇവിടെ 10ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വന്നതുകൊണ്ട് ഈ ദേവാനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടുന്ന സൽക്കർമ്മങ്ങളൊക്കെ ഇവിടെ നടത്താം. അതേമാതിരി ഈ പറയുന്ന ക്ഷേത്ര കലകൾ ഒക്കെ പ്രോത്സാഹിപ്പിക്കാം. നൃത്യങ്ങളൊക്കെ ആവാം. നമ്മളൊരു സദാചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കാവുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ആവാം. വിശേഷിച്ച് ബുധൻ ആ ഭാവത്തിൽ വന്നു എന്നുള്ളത് ഒരു സരസ്വതി യോഗം സാമാന്യേന പ്രവർത്തിക്കുന്ന ലക്ഷണം കിട്ടിയതുകൊണ്ട് ഗ്രന്ഥപൂജ, നവരാത്രി കാലത്തുള്ള പൂജ ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യാം. വിദ്യാരംഭം നടത്താം. ഇങ്ങനെയൊക്കെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാവാം. കൂടെ സംഗീത കച്ചേരിയൊക്കെ ഉണ്ടാവാറുണ്ടോ? അതൊക്കെ ആവാമെന്നുള്ളതാണ്. 10ാം ഭാവത്തിലെ ആ ഭാവത്തിൽ നിന്ന് ബുധനും വ്യാഴവും ശുക്രന്റെ നവാംശവും ഒക്കെ കേന്ദ്രഭാവങ്ങളിൽ, ത്രികോണഭാവങ്ങളിൽ വന്നതുകൊണ്ട് അതിലേക്കൊന്നും നിഷേധിക്കേണ്ടതില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ക്ഷേത്രത്തിന്റെ ശുദ്ധം മാറുന്നതിന് കാരണമാവരുത്. ഇതിലേക്ക് പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഇതൊരു ക്ഷേത്രമാണ് എന്നുള്ള ഭാവത്തിലെ ഇങ്ങോട്ടൊക്കെ പെരുമാറാവൂന്ന് മാത്രം. അപ്പോൾ ഉള്ളിലേക്ക് ഷർട്ട് ഇട്ടിട്ടാണോ കയറുക? കഴിച്ചിട്ടല്ലേ? അതേപോലെ സപ്താഹം, മറ്റ് ലക്ഷാർച്ചന, മൊറജപം ഇത്യാദി കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തണം. സപ്താഹം എല്ലാ കൊല്ലവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ വർഷവും വിശദമായിട്ട് സപ്താഹം വായിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയാൽ സപ്താഹം മൂലം മാത്രമെങ്കിലും ഒന്ന് വായിക്കാം. മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥം പറയാതെ ആ സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങൾ മാത്രം ചൊല്ലിയിട്ടെങ്കിലും ഭഗവാനെ കേൾപ്പിക്കാം. ഇവിടെയുള്ള ആൾക്കാർക്ക് സപ്താഹം ഉപദേശം വാങ്ങി, ഭാഗവതം ഉപദേശം വാങ്ങി ജപിക്കാം. ഇതൊക്കെ ഈ സമൂഹത്തിന് കുറച്ചൊരു അഭിവൃദ്ധി ഉണ്ടാവാൻ നല്ല കാര്യങ്ങളാണ്. ഗീതാപാരായണം, ഭാഗവത പാരായണം, പിന്നെ പ്രഭാഷണങ്ങൾ ഇത്യാദി കാര്യങ്ങളൊക്കെ നടത്തിക്കോളും. പിന്നെ ദേശം വായുർദേശം ശ്വാസശ്ചേദഹിതോന്ന മഷ്ടമശനം അർത്ഥാഗമ വിഗ്രഹ സർവൈഹി നോ ശയനം സുഖേന ച സുഖം വിൺമോക്ഷണാദിസുഭി.
ഈ വെള്ളം ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ടോ? ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റാതെ, ഓവുന്ന വെള്ളം പുറത്തേക്ക് പോകാൻ പറ്റാതെ ബ്ലോക്കായി പോവുക. ഉണ്ടാക്കിയല്ലേ? വിൺമോക്ഷണാദിസുരി, ശൗചപ്രവൃത്തികളൊന്നും നേരെ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അകത്തുള്ള വെള്ളം, ശ്രീകോവിലിന് വെള്ളം പുറത്തേക്ക് സുഖമായിട്ട് പോകുന്നില്ലേ? ഓവിന് തടസ്സമൊന്നുമില്ലല്ലോ. ഇനി ആ ഓവിന്ന് പുറത്തേക്ക് ഭൂതക്കല്ലിൽ കൂടി അല്ലെങ്കിൽ ഓവുതാങ്ങിയിൽ ആ ഓവിൽ കൂടി പുറത്തേക്ക് ചാടുന്ന വെള്ളം പിന്നെ അകത്ത് നാലമ്പലത്തിനുള്ളിൽ കെട്ടിക്കിടക്കരുത്. പോകാനുള്ള സംവിധാനം പ്രത്യേകിച്ച് ചെയ്യണം. അപ്പോൾ ശ്വാസസ്യ പ്രതികൂലത ഇതിനെ ഭാനോർ വപുർവേദന ശീതാംശോ കലഹം കുജസ്യ മരണം ദൂരപ്രയാണം രാജ്യാവധിഷണസ്യ ശുക്രദിവസേ കാര്യസ്യസ്യാഭിനോസിദ്ധിർ സ്വകീയ കൃഷിനാശേള വിവാദാദിഹ. ഭൂമിയെ സംബന്ധിച്ചുള്ള ചില വാദവിവാദങ്ങൾ ഭാവിയിൽ ഉണ്ടാവുമെന്ന് കാണുന്നില്ലേ? ഭൂമി വേണം, അത് തരില്ല, അല്ല അത് വേണം എന്നാ തരില്ല, എന്നാ ഇത്ര വേണം, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പല സംസാരങ്ങളും ഭാവിയിൽ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന വിവാദത്തിൽ വിജയിക്കുമോ എന്നുള്ള ചോദ്യത്തിലാണ് സംശയമില്ല വിജയിക്കുന്നത് കണ്ടത്. വിവാദി ജയകൃത് ബുദ്ധ, വിവാദത്തിൽ ജയം ക്ഷേത്രത്തിനായിരിക്കും, ദേവസ്വത്തിനായിരിക്കും എന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ ചില ഭൂമി വിവാദങ്ങൾക്ക് ചൗര്യ ലക്ഷണം, കള്ളം കയറുക, ഇങ്ങനെ ചില ആപത്തുകൾക്ക് ജലമൃതി, വിശേഷിച്ച് ഇവിടുത്തെ ജലാശയവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, ദോഷലക്ഷണങ്ങൾ, ഇതൊക്കെ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. അപ്പോൾ അതെ, ഭാവിയിലേക്കുള്ള ഗുണാണിത്. അപ്പോൾ ദേശസ്യ വായുർദിശ, അന്ന് നിന്ന സ്ഥാനം ഇടവം രാശിയാണ്. ഇടവം രാശിയിൽ നിന്നിട്ട് ഇടത്തെ മുക്കാം. ശ്വാസമുള്ള ഒരു ഭാഗത്ത് ദൂതൻ നിന്നൊരു രീതിയിൽ വർദ്ധിക്കും, കാര്യമായുസും മറിച്ചാകിൽ ക്ഷയിച്ചു പോകും. രോഗവിഷയത്തിലേക്കാണത്. ഇടാവാമ ഭവേ, എന്താ? ശുഭവാരേ ശുക്ലപക്ഷേ സിദ്ധിത വാമനാടിക ക്രൂരവാരേ കൃഷ്ണപക്ഷേ നാട്യന്യ സിദ്ധിതാധികം. അപ്പം അന്ന് വാരത്തിന് അനുകൂലമായില്ല, പക്ഷത്തിനും അനുകൂലമായില്ല. അല്ല, പക്ഷത്തിന് അനുകൂലം, ശുക്ലപക്ഷത്തിലെ. അപ്പോൾ പക്ഷത്തിന് അനുകൂലമായിട്ട് വന്നു, വാരത്തിന് പ്രതികൂലമായിട്ട് വന്നു. അപ്പം പക്ഷേച്ചേ ഖലു പക്ഷതോ ക്ഷിതിരിടായാത ഉന്നമൻ മന്ദിര പ്രാകാരാദി ഗൃഹപ്രവേശനഗിരി പട്ടാഭിഷേകപ്രദ. പക്ഷത്തിന് ശ്വാസം അനുകൂലമായി വന്നാൽ എന്താ? പക്ഷേച്ചേ ഖലു പക്ഷതോ ക്ഷിതിരിടായാത ഉന്നമൻ മന്ദിര, ഉയരമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ യോഗമുണ്ട്. ഉന്നമൻ മന്ദിര, ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടുള്ള അപ്സ്റ്റെയർ ആയിട്ടുള്ള മാളികപ്പരയായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. പ്രാകാരാദി ഗൃഹപ്രവേശനഗിരി, പ്രാകാരം ചുറ്റുമതിലുണ്ടാക്കും. ഇപ്പം ചുറ്റുമതിലുണ്ടാക്കാനുള്ള ഭൂമി ഇപ്പം കയ്യിലില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ വരും എന്നാണ്. പ്രാകാരം എന്ന് പറഞ്ഞാൽ ചുറ്റുമതിൽ നിന്നാണ്. ഇവിടെ മതിൽ കെട്ടി വ്യവസ്ഥയാക്കാനുള്ള യോഗമുണ്ട്. പ്രാകാരാദി ഗൃഹപ്രവേശനഗിരി, ഒരു മനുഷ്യൻ്റെ പേരിലാണ് പ്രശ്നം വെച്ചതെങ്കിൽ ഈ വ്യക്തി പുതിയ വീടുണ്ടാക്കി ആ വീടിന് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി വ്യവസ്ഥയാക്കി അയാൾ വീട്ടിൽ പാലുകാശൽ കഴിഞ്ഞ് സുഖമായി താമസിക്കും എന്ന് പറയേണ്ട ലക്ഷണം. നിങ്ങൾ ക്ഷണിക്കാൻ വന്ന സമയം വെളുത്ത പക്ഷത്തിൽ ശ്വാസം അനുകൂലമായി വന്നു, പക്ഷത്തിന് അനുകൂലമായി വന്നതുകൊണ്ട് ഇങ്ങനെ ഗുണമുണ്ട്. അപ്പം ചുറ്റുമതിലൊക്കെ കെട്ടി ഭൂമി വ്യവസ്ഥയാവാനുള്ള ലക്ഷണം ഭാവിയിലേക്ക് കാണുന്നു. എന്താ? കൂപാതേ രചനം, കിണർ കുഴിക്കും. എന്താ? കരഗ്രഹണം, ഇവിടെ വെച്ച് വിവാഹം നടത്താറില്ലേ? അത് വിവാഹം എവിടെ വെച്ചിട്ട് നടത്തുക? മണ്ഡപം ഉണ്ടാക്കിയോ? ആ, മുന്നിൽ തന്നെയോ? ഭാവിയിൽ ഇപ്പൊ ഒരു ബലിക്കൽപ്പര അങ്ങോട്ട് വരില്ലേ? ബലിക്കൽപ്പര എന്നുള്ളൊരു രീതിയിൽ കണ്ടില്ല അല്ലെ? കണ്ടില്ല. നടപ്പന്തൽ ഇവിടെയല്ലേ വരിക? വരില്ല, അങ്ങനെയല്ലല്ലോ. അതെ, നടപ്പന്തൽ എവിടെയാ വരിക? ഈ വലിയ ബലിക്കല്ലിന്റെ പടിഞ്ഞാറ് ഭാഗത്തല്ലേ നടപ്പന്തലിന്റെ കിഴക്കേറ്റം വരിക? നടപ്പന്തൽ കഴിഞ്ഞിട്ടല്ലേ വലിയ ബലിക്കല്ല് വരിക?
നിങ്ങൾ എന്താ നടപ്പന്തൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാ അതിന്റെ ഷേപ്പ് വരുന്നത്? തെക്ക് വടക്ക് നീളത്തിലല്ലേ? അത് ഏത് കൂടിയ ഉദ്ദേശം? ഈ ബലിക്കല്ലും കൂടി ഉൾപ്പെടെയോ? മഴ കൊള്ളുക. ബലിക്കല്ലും കൂടി ഉൾപ്പെടുന്ന രീതിയിൽ നീട്ടത്തിലാണോ നടപ്പന്തൽ കണ്ടത്? അങ്ങനെ കണ്ടുവോ? അല്ല, ബലിക്കൽ ഇവിടെ ഇപ്പം ബലിക്കൽ പെരിയില്ല. കാരണം ഇവിടുത്തെ അകത്തെ ഇതുണ്ടല്ലോ പ്രതലം, നമ്മൾ ശബ്ദം അടക്കുന്ന പ്രതലം അകത്ത്, അതേ പ്രതലം തന്നെയല്ലേ പുറത്തുള്ളത്?